ക്ലാസ് 2 ചാപ്റ്റർ 2 കളിവീട് മാത്സ്. സ്വപ്നത്തിലെ വീട്. എത്ര മനോഹരമായ വീട്! വരാന്തയും മുറ്റവും പിന്നെ കിടപ്പുമുറി, അടുക്കള, കുളിമുറി എല്ലാം ഉണ്ടല്ലോ. ആ വീട്ടിലൊന്ന് കയറാം. സാവിത്രിക്കുട്ടി മുത്തച്ഛൻ്റെ വിളി കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. സ്വപ്നത്തിൽ കണ്ട വീട് നിർമ്മിക്കാൻ സാവിത്രിക്കുട്ടി തീരുമാനിച്ചു. സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ കളിവീട് കണ്ടോ ആ വീട്? എണ്ണാം, എഴുതാം. ചിത്രത്തിൽ ചുവടെയുള്ള രൂപങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നെഴുതുക. ഇതെന്തുവാ? ചതുരം. ഇത് എത്ര എണ്ണം കാണും? എണ്ണി നോക്കിയപ്പോൾ 20. അടുത്തത് എന്തുവാ? ത്രികോണം. അത് എത്ര എണ്ണം? 2 എണ്ണം. അടുത്തത് വൃത്തം. അതെത്ര? 1 എണ്ണം. 1. അത് കണ്ടെത്തി എഴുതണം എണ്ണി നോക്കിയിട്ട്. നിങ്ങളും ഒരു വീട് വരയ്ക്കൂ. കണ്ടോ, ഞാൻ വരച്ച വീട്. ഇതുപോലെ നിങ്ങളും വീട് വരച്ചിട്ട് നല്ല കളറൊക്കെ അടിക്കണം. അടുത്ത് നോക്കേ, കളിവണ്ടിക്ക് നിറം നൽകാം. സാവിത്രിക്കുട്ടിക്ക് വേലുച്ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത കളിവണ്ടിയാണിത്. ചന്തമുള്ളതാകണം. കണ്ടോ, ഓരോ രൂപത്തിൻ്റെയും നിറം കണ്ടില്ലേ? ഈ കളിവണ്ടിയിലെ ഈ രൂപങ്ങൾക്ക് ഇതേ നിറം നൽകൂ. മാതൃക നോക്കി തുടർന്ന് വരയ്ക്കൂ. കണ്ടോ, ആദ്യമേ ചതുരം, പിന്നെ ത്രികോണം, ചതുരം, ത്രികോണം, ചതുരം, ത്രികോണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതുപോലെ വരയ്ക്കണം. ആദ്യം ത്രികോണം, പിന്നെ വൃത്തം, ത്രികോണം, വൃത്തം, ത്രികോണം, വൃത്തം, ത്രികോണം, വൃത്തം, വൃത്തം, ത്രികോണം, വൃത്തം. കണ്ടോ ഇതുപോലെ വരയ്ക്കണം. വീട് പൂർത്തിയാക്കൂ. വീടിൻ്റെ പകുതി ഭാഗം വരച്ച് ചേർത്ത് വീട് പൂർത്തിയാക്കണം. നിറം നൽകി ഭംഗിയാക്കുമല്ലോ. ഇതുപോലെ വീട് വരച്ചിട്ട് ചെയ്യണം. മറഞ്ഞിരിക്കുന്നത് എന്ത്? സംഖ്യകൾ ക്രമത്തിൽ എഴുതൂ. 12, 14, 16, 18. ഇത് 2 വീതം കൂട്ടിയാണ് എഴുതുന്നത്. 18 കഴിഞ്ഞാൽ എത്ര? 2 എണ്ണം കൂട്ടുമ്പോൾ 20. 20ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 22. 22ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 24. 24ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 26. 26ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 28. 28ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 30. 30ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 32. അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 34. കണ്ടെത്താം. ഇവിടെ ഓരോ സംഖ്യ കൊടുത്തിട്ടുണ്ട്. 50, 52, 11, 13, 17, 49, 51, 4, 15. കണ്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 48. കണ്ടോ, ഇത് വെച്ചിട്ട് എന്തോ ചെയ്യണം? ക്രമത്തിൽ എഴുതണം. കണ്ടോ, ക്രമത്തിൽ യോജിപ്പിക്കണം. 2 വീതം 12. അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 14. 14ൻ്റെ കൂടെ 2 16. 16ൻ്റെ കൂടെ 2 18. 18, 20, 22, 24, 26, 28, 30, 32. ഇപ്പോൾ ഇതെന്തോ ആയി? ഒരു വീടിൻ്റെ മാതൃകയായില്ലയോ? അടുത്ത് നോക്കേ, എൻ്റെ കടലാസ് വീട്. കടലാസ് കൊണ്ട് വീട് നിർമ്മിച്ച് നിറം നൽകി ഭംഗിയാക്കും. കണ്ടോ, നിർമ്മിച്ച വീട് ഇവിടെ ഒട്ടിക്കൂ. ഇവിടെ ഒട്ടിക്കണം ബാക്കി ഭാഗം. അടുത്ത് നോക്കാം, വീട് നിർമ്മാണം. വേലുച്ചേട്ടന് വീടില്ല. വീടുണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം. കൂട്ടുകാരിൽ നിന്ന് നമുക്ക് സഹായം തേടാം. സുനിൽ നൽകിയത് 7 10 രൂപ. 7 10 ആകുമ്പോൾ 70 രൂപ. 5 1 രൂപയാകുമ്പോൾ 5 രൂപ. ആകെ 70ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 75 രൂപ. കണ്ടോ, അവിടെ നോട്ടും പൈസയും കൊടുത്തിട്ടുണ്ട്. സുനിലും കൂട്ടുകാരും നൽകിയത് പട്ടികയിലുണ്ട്. ഓരോരുത്തരും നൽകിയത് രൂപ പട്ടികയിൽ എഴുതും. പേര്: 10 രൂപ നോട്ടുകൾ, 1 രൂപ നാണയങ്ങൾ. സുനിൽ എത്ര 10ൻ്റെ നോട്ടുകൾ കൊടുത്ത്? 7. 1 രൂപ നാണയം എത്ര എണ്ണം കൊടുത്ത്? 5. അന്നേരം 70ഉം 5ഉം 75. അടുത്ത ആരാ? സാബു. 4 10 നോട്ടാകുമ്പോൾ എത്ര ആയിരിക്കും? 40. അതിൻ്റെ കൂടെ 8 1 രൂപ നാണയം കൊടുത്തു, 48. അടുത്ത ആയിഷ. എത്ര 10ൻ്റെ നോട്ട് കൊടുത്തു? 5 എണ്ണം. നാണയോ 2 എണ്ണം, അന്നേരം 52. അടുത്തയോ? ഫാത്തിമ. 8 10 നോട്ടുകൾ, അന്നേരം 80. 1 നാണയം, അന്നേരം 81. റീന 6 10ൻ്റെ നോട്ട് കൊടുത്തു, അന്നേരം നാണയം ഒന്നും കൊടുത്തില്ല, 60 രൂപ. ബാബു 9 10ൻ്റെ നോട്ടുകൾ കൊടുത്തു, അന്നേരം 90. 90ൻ്റെ കൂടെ 6 നാണയവും കൂടെ കൂട്ടുമ്പോൾ 96. ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരായിരിക്കും? 75 48 52 81 60 96. ഏറ്റവും കൂടുതൽ കൊടുത്തത് ബാബു ആണ്. ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരാണ്? ബാബു. സാബു 48 കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എഴുതേണ്ടത് ബാബു. രശീത് നൽകാം. സുനിലും കൂട്ടുകാർക്കും രശീത് നൽകണം. മാതൃക പോലെ രസീതുകൾ എഴുതണം. നമ്പർ, പേര്, സുനിൽ എന്ന് എഴുതണം.
75 രൂപ എന്ന് എഴുതിയിട്ട് ആരാണോ കൊടുക്കുന്നത് അവരെ പേരെഴുതി ഒപ്പിടണം. അടുത്ത ആയിഷ, തുക 52, പേര് റീന, എത്ര? തുക 60. സാബു എത്ര ആയിരുന്നു കൊടുത്തത്? 48. അടുത്തതോ ഫാത്തിമ. ഇവിടെ നോക്കി എഴുതണം അത് രസീത്. നമ്മൾ ഓരോരുത്തർക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് റെസിപ്റ്റ് കൊടുക്കത്തില്ലേ, ഇത് നോക്കി ഇവിടോട്ട് ഓരോരുത്തരുടെ പേരെഴുതി തുകയും എഴുതി കൊടുക്കണം. കണ്ടോ? അടുത്ത മറ്റു സംഭാവനകൾ. ആഷിമ 43 രൂപ നൽകി. അതിൽ നോട്ടുകളും നാണയങ്ങളും ഉണ്ടായിരുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ആഷിമ കൊടുത്തിരിക്കും? അവയ്ക്ക് മാതൃക മാത്രം ടിക്കിടണം. ആ കൊടുത്തതിന് എന്തോ ചെയ്യണം? ടിക്കിടണം. 43 രൂപയാകുമ്പോൾ എത്ര പത്തുകൾ കൊടുക്കും? 4 10 കൊടുക്കാൻ അതിനകത്തുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ. 2 20ൻ്റെ 2 എണ്ണം കൊടുക്കണം. അന്നേരം എത്ര ആവും? 40 ആവും. എന്നിട്ട് 3 നാണയങ്ങൾ കൊടുക്കണം. 1 2 3. ഇപ്പോൾ എത്ര ആയി? 43. അടുത്തതോ ആതിര നൽകിയ നോട്ടുകളും നാണയങ്ങളും നോക്കൂ. ആതിര എത്ര രൂപയാണ് നൽകിയത്? 37 രൂപ. കണ്ട, ഒരു 10 20ൻ്റെ നോട്ട്, പിന്നെ 5ൻ്റെ നോട്ട്, പിന്നെ 2ൻ്റെ ഒരു നാണയവും കൊടുത്തു. അടുത്ത് നോക്കിയാൽ നോട്ടുകളാക്കാം. ആകെ 25 1 രൂപ നാണയങ്ങൾ കിട്ടി. ഇതിനെ നോട്ടുകളാക്കി മാറ്റണം. ഏതൊക്കെ നോട്ടുകളാക്കാം? ചുവടെയുള്ള കളങ്ങളിൽ എഴുതുക. 20ൻ്റെ നോട്ടുണ്ട്, 10ൻ്റെ നോട്ടുണ്ട്, 5ൻ്റെ നോട്ടുണ്ട്. അന്നേരം 2 10 രൂപയാകുമ്പോൾ 20 രൂപ. ഒരു 5 രൂപയാകുമ്പോൾ എത്ര? 25 രൂപ. അടുത്ത 5 രൂപയാകുമ്പോഴും 25 രൂപയാവും. ഒരു 10ഉം 3 5 രൂപയാകുമ്പോഴും എത്ര ആവും? 25 രൂപയാവും. നിറം നൽകാം. വീടിന് നിറം നൽകി ഭംഗിയാക്കൂ. അടുത്തതോ കളിവീട്. സാവിത്രിക്കുട്ടി കളിവീട് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന തീപ്പെട്ടിക്കൂടുകൾ നോക്കൂ. ചിത്രത്തിൽ ഒരു വരിയിൽ എത്ര തീപ്പെട്ടിക്കൂടുകളുണ്ട്? ഒരു വരിയിൽ 5 എണ്ണം അല്ലേ? 2 വരിയിലും കൂടി എത്ര തീപ്പെട്ടിക്കൂടുകൾ? 10 എണ്ണം. 3 വരിയിലും കൂടി ആകുമ്പോൾ 15. 5 വരിയിലും കൂടി ആകെ എത്ര ആയിരിക്കും തീപ്പെട്ടിക്കൂടുകൾ? 25. 5 25. ഇതുപോലെ 10 വരിയിൽ വയ്ക്കാൻ എത്ര വേണം? 25 അധികം 25. അന്നേരം എത്ര എണ്ണം വേണം? 50 എണ്ണം വേണം. എത്ര തീപ്പെട്ടിക്കൂടുകൾ? സാവിത്രിക്കുട്ടിയും കൂട്ടുകാരും തീപ്പെട്ടിക്കൂടുകൾ കൊണ്ടുവന്നു. അടുക്കി വെച്ച് നോക്കൂ. ആകെ എത്ര എണ്ണം ഉണ്ട്? ഇതിനായി 10ൻ്റെ കൂട്ടങ്ങളാക്കി നോക്കിയാലോ. താഴത്തെ വരിയിലെ തീപ്പെട്ടിക്കൂടുകൾ എണ്ണി നോക്കേ. 10 എണ്ണം കാണും. രണ്ടാമത്തെ വരിയിലെ തീപ്പെട്ടിക്കൂടുകളോ? 9. രണ്ടാമത്തെ വരി 10 ആക്കാൻ ഏറ്റവും മുകളിലെ 1 ചേർക്കൂ. മൂന്നാം വരിയിലെ എണ്ണം 8. ഇതിന് 10 ആക്കാൻ മുകളിൽ 2 കൂടി കൂട്ടണം. 8ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 10 ആവത്തില്ലേ? അതുകൊണ്ട് ഇങ്ങനെയാണ് എണ്ണുന്നത്. 1 2 3 4 5 6 7 2 4 5 6 7 8 9 10. ഒരു വരി. രണ്ടാമത്തെ വരിയോ? 9 ആവും. ഇവിടെ ആകുമ്പോൾ 8. ഇവിടെ എത്ര? ഓരോന്ന് കുറഞ്ഞ് വരുന്നുണ്ടോ? 7. ഇവിടെ മൂന്നാം വരിയിൽ 1 2 3. മൂന്നാമത്തെ വരിയിൽ 2ഉം കൂടെ കൂടുമ്പോഴേ എത്ര ആവത്തുള്ളൂ? 10 ആവത്തുള്ളൂ. ഈ രീതിയിൽ 10ൻ്റെ കൂട്ടങ്ങളാക്കിയാൽ 10ൻ്റെ എത്ര കൂട്ടങ്ങൾ ലഭിക്കും? 5 എണ്ണം ലഭിക്കും അല്ലേ? ഈ രീതിയിലാക്കുമ്പോൾ എത്ര ആയിരിക്കും? 5 എണ്ണം ലഭിക്കും. 1 2 3 5 കൂട്ടങ്ങൾ കിട്ടും. ബാക്കിയുള്ളത് എത്ര ആയിരിക്കും? 5. ആകെ തീപ്പെട്ടിക്കൂടുകൾ 50 അധികം 5 എത്ര ആയിരിക്കും? 55. തീപ്പെട്ടിക്കൂടുകൾ ശേഖരിക്കും. ഇതുപോലെ ചെയ്ത് നോക്കൂ. ആകെ എത്ര? നോക്കേ. കളിവീടുണ്ടാക്കാൻ ആയിഷ 34 തീപ്പെട്ടിക്കൂടുകളും സാവിത്രിക്കുട്ടി 25 തീപ്പെട്ടിക്കൂടുകളും കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി ആകെ എത്ര തീപ്പെട്ടിക്കൂടുകൾ കൊണ്ടുവന്നു? ആയിഷ 30 അധികം 4 34. സാവിത്രിക്കുട്ടി അതെങ്ങനെ എഴുതാം? 20 അധികം 5 25. ആകെ 9 59. പഴം വാങ്ങാം. പഴം വാങ്ങാനായി സാവിത്രിക്കുട്ടി 26 രൂപയും ആയിഷ 33 രൂപയും സൂരജിൻ്റെ കയ്യിൽ കൊടുത്തു. ആകെ എത്ര രൂപയാണ് സൂരജിന് കൊടുത്തത്? ഉണ്ടോ? 26 രൂപ. 20ഉം 6 നാണയവും. അടുത്തത് 30 രൂപയും 3 10 3 ഒന്നുകൾ. ആകെ 50ഉം 9 നാണയം 9ഉം കൂടെ ആകുമ്പോൾ 59. സൂരജ് 55 രൂപയ്ക്ക് പഴം വാങ്ങി. സൂരജിൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 55 രൂപയ്ക്ക് പഴം വാങ്ങിക്കഴിഞ്ഞാൽ
ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര? 4 രൂപയുണ്ട്. ബാക്കി എത്ര രൂപയുണ്ട്? 4 രൂപ. 59 നിന്ന് 55 പോയാൽ ബാക്കി 4. അടുത്ത് നോക്കിയേ, ചിരട്ടകൾ എത്ര? കളിക്കാനായി സാവിത്രി കുട്ടിയും ആയിഷയും ചിരട്ടകൾ കൊണ്ടുവന്നു. ഞാൻ 23 ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 14 ചിരട്ടകളുണ്ട്. 2 പേരും കൂടി ആകെ എത്ര ചിരട്ടകൾ കൊണ്ടുവന്നു? 23ഉം 14ഉം എത്ര? 3ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 7, 2ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3, 37. മണ്ണപ്പം ഉണ്ടാക്കാം. അവർ ചിരട്ട കൊണ്ട് മണ്ണപ്പം ഉണ്ടാക്കി. മത്സരിച്ചാണ് മണ്ണപ്പം ഉണ്ടാക്കിയത്. സാവിത്രിക്കുട്ടി 21 മണ്ണപ്പവും ആയിഷ 16 മണ്ണപ്പവും ഉണ്ടാക്കി. ആരാണ് കൂടുതൽ ഉണ്ടാക്കിയത്? സാവിത്രിക്കുട്ടി. എത്ര കൂടുതൽ ഉണ്ടാക്കി? 21 + 16. എത്ര എണ്ണം കൂടുതലുണ്ടാക്കി? 5 എണ്ണം കൂടുതലുണ്ടാക്കിയല്ലേ? അവർ 2 പേരും കൂടി എത്ര മണ്ണപ്പം ഉണ്ടാക്കി കാണും? 21ഉം 16ഉം എത്ര ആയിരിക്കും? കൂട്ടി നോക്കിയിട്ട് എഴുതണം. 21ഉം എത്ര? 37. അത് കുറയ്ക്കുമ്പോൾ എത്ര ആയിരിക്കും? 21 നിന്ന് 6 കുറയ്ക്കുമ്പോൾ 5. കുറുമ്പൻ കുഞ്ഞുണ്ണി. സാവിത്രിക്കുട്ടിയും ആയിഷയും ഉണ്ടാക്കിയ മണ്ണപ്പത്തിന് മുകളിലൂടെ കുറുമ്പൻ കുഞ്ഞുണ്ണി ഓടി. അപ്പോൾ 7 മണ്ണപ്പം പൊടിഞ്ഞുപോയി. അവർക്ക് സങ്കടമായി. ഇവർ എത്ര മണ്ണപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്? 37ഉം എത്ര ആയിരിക്കും? 37 നിന്ന് 7 പോയപ്പം എത്ര കിട്ടി? 30. 37 എണ്ണം അല്ലായിരുന്നോ ഉണ്ടാക്കിയത് രണ്ടുപേരും കൂടെ? അതിൽ നിന്ന് 7 എണ്ണം പോയി. അന്നേരം എത്ര ആയിരിക്കും? 30. വേലിച്ചേട്ടൻ്റെ വീട്. വേലിച്ചേട്ടൻ വീടുണ്ടാക്കാൻ കല്ലുകൾ അടുക്കി വെച്ചത് നോക്കൂ. ഓരോന്നിലും എത്ര കല്ലുകളുണ്ട്? ആകെ എത്ര കല്ലുകൾ ഉണ്ട്? ഇത് എണ്ണി നോക്കിയിട്ട് എഴുതണം. ഒരെണ്ണത്ത് 23, ഒരെണ്ണം 36. കല്ലുകൾ എത്ര? 23ഉം 36ഉം കൂടെ കൂട്ടുമ്പോൾ 59. 1 മുതൽ 99 വരെ സംഖ്യ ഉണ്ടാവും. 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എഴുതി 1ൻ്റെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകൾ ഏതൊക്കെ? 5, 15, 25, 35, 45, 55, 65, 75, 95. എത്ര സംഖ്യകളുണ്ട് അങ്ങനെ? 10 സംഖ്യകൾ. വിട്ടുപോയ സംഖ്യകൾ കളങ്ങളിൽ എഴുതൂ. 1, 11, 21, 31, 51, 61, 71, 81, 91. 2, 12, 22, 32, 42, 52, 62, 72, 82, 92. 10 വീതം കൂട്ടി എഴുതണം. 3, 13, 23, 33, 41, 51, 61, 71, 83, 93. 4, 14, 24, 37, 47, 57, 67, 77, 87, 94. 5, 8, 18, 28, 38, 48, 56, 58, 68, 78, 88, 98. 1ൻ്റെ സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകൾ എത്ര? 10 എണ്ണം. 1ൻ്റെ സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകൾ എത്ര? 10. എല്ലാം 10 ആയിരിക്കും വരുന്നല്ലേ?